മാസമായി എന്റെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ട്. ഞാൻ നടത്തിക്കൊണ്ട് പോയ എന്റെ കുഞ്ഞിനെ പിന്നെ തിരിച്ചു ആംബുലൻസിലാണ് കൊണ്ട് നേരെ പള്ളിയിലേക്ക് കൊണ്ടുപോയത്. ഞാൻ അവസാനം ഞാൻ ആ വെന്റിലേറ്ററിൽ കണ്ട് ലാസ്റ്റ് ആ ബോഡി കവർ ചെയ്യുമ്പോ കണ്ടതല്ലാതെ ഇന്ന് 6 മാസം ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടിട്ട്. ഞാൻ അത് കഴിഞ്ഞ് അവളെ പ്രസവിച്ച ഒരു ദിവസം പോലും ഞാൻ പിരിഞ്ഞു നിന്നിട്ടില്ലാത്ത എന്റെ കുഞ്ഞിനെ ഇന്ന് ഞാൻ കാണാനില്ല. ഞാൻ അന്നും പറഞ്ഞു, അത് ഒരാഴ്ചത്തെ വാർത്തയിൽ ഇത് ഒതുങ്ങി പോവരുത്. നിങ്ങളുടെ ഓരോ മക്കളും ഇതുപോലൊരവസ്ഥയിൽ വന്നെത്താം. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പേടിയാണ്. ഇന്നും ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ ചുറ്റും പട്ടികളാണ്. ഓരോരുത്തരും വേസ്റ്റുകൾ കൊണ്ടിടുന്നവരും അത് തിന്നാൻ വരുന്ന പട്ടികൾ. എന്റെ കുഞ്ഞു മരിച്ച് ഒരാഴ്ചയായില്ല, വീടിന്റെ പരിസരത്ത് 1 ലോഡ് പട്ടികളെയാണ് കൊണ്ടുവന്ന് നടക്കിയത്. 1 ലോഡ് പട്ടികളെ. അറിയാമോ, നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന പട്ടികളും പുറമേന്ന് കൊണ്ടുവന്നിടുന്ന പട്ടികളെ നമുക്ക് തിരിച്ചറിയുന്നു. ഈ പട്ടികൾ അതിക്രൂരമായിട്ടാണ് അത് പെരുമാറുന്നത്. എന്റെ മക്കൾ ജനിച്ചതും വളർന്നതും എല്ലാം അവിടെ തന്നെ. പക്ഷെ ഇന്ന് വരെ അവരൊരു കല്ലെടുത്തെറിഞ്ഞാൽ പോകുന്ന പട്ടികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. ആ പട്ടി അന്ന് തലേന്ന് വന്നതാണ് എന്റെ കുഞ്ഞിനെ കടിക്കുന്നത്. എന്റെ കുഞ്ഞ് വെറുതെ വീട്ടിലിരുന്ന എന്റെ കുഞ്ഞ്. ഞാനിത് ആരോടാ പരാതി? എന്തിനാ നിങ്ങൾ ഇറക്കി വിട്ടേ? നിങ്ങൾ എന്തിനാ പുറത്തു പോതെ? ഇങ്ങനെയൊക്കെയാണ് മറ്റുള്ളവർ ചോദിക്കുന്നത്. നമുക്ക് നിങ്ങൾ ഓരോരുത്തരും ഈ റോഡിൽ നടക്കും, നടി റോഡിൽ വെച്ച് കടിച്ചിട്ടില്ലേ? നമ്മൾ വീട്ടിൽ ഇരുന്നാ മതിയോ? മക്കളെ സ്കൂളിൽ വിടണ്ടേ? എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ ഗ്രൗണ്ടിൽ പോലും നിറച്ച് പട്ടികളാ. ഈ കുഞ്ഞുങ്ങൾ ആ ഗ്രൗണ്ടിൽ പോയി കളിക്കേണ്ടവരല്ലേ? ഞാൻ ആരോടും പരാതിപ്പെടുകയല്ല. ഞാൻ പഞ്ചായത്തിൽ പരാതി പറയുമ്പോഴും മറ്റുള്ളവരോട് പറയുമ്പോഴും എല്ലാം പറയുന്നത് ഹൈക്കോടതി തീരുമാനിക്കേണ്ടതാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പാർട്ടിക്കാരോട് പറയുമ്പോഴും അവർ പറയുന്നത് ഹൈക്കോടതിയുടെ അല്ലെ സുപ്രീം കോടതിയുടെ തീരുമാനമാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ ആരോടാണ് പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്ന് നിങ്ങളോട് എല്ലാരോടും പറയുന്നത്. എന്റെ കുഞ്ഞിനെ പട്ടി കടിച്ച് പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് അത് ചത്തുപോയി. അപ്പൊ അതുപോലാണ് എന്റെ കുഞ്ഞും പോയത്. ആ അവസ്ഥ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവരുത്. നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടും അത് കണ്ടു നിൽക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയാണ് നമ്മുടെ മക്കൾ വെന്റിലേറ്ററിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് ഓരോന്നും. അവസാനം ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും നമ്മൾ കൊണ്ടാവാതെ നമ്മൾ കരഞ്ഞുകൊണ്ട് നിൽക്കത്തതേ ഉള്ളൂ. എനിക്ക് എല്ലാവരോടും പറയാനുള്ള മറ്റു കാര്യമുള്ളൂ. ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി ആയാലും ഓരോ അമ്മമാരും ഈ സങ്കടം കാണണമെന്നില്ല. ഇനി എനിക്ക് കുട്ടാൻ വാതിലുകളൊന്നും ഇല്ല. ചികിത്സ എഴുതി തള്ളാം. എന്റെ കുഞ്ഞിന്റെ മുറിവുകൾ മരണകാരണമല്ലായിരുന്നു. പക്ഷെ ആ ഒരു വാക്സിൻ ശരീരത്തിൽ ചെല്ലാത്തതിന്റെ പേരിലാണ് എന്റെ കുഞ്ഞു പോയത്. ഈ തെരുവുനായ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ നാട്ടിലെ കുറെ പ്രശ്നങ്ങൾ ഒഴിവാവില്ലേ? അപ്പം അതിനെ ഇന്ന് കൊറോണയ്ക്ക് വരെ മരുന്ന് കണ്ടു. ഈ പേവിഷബാധ വന്നു കഴിഞ്ഞാൽ 100% മരണം ഉറപ്പാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി നമ്മളൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തുകൊണ്ട് കൊറോണ വന്ന് എല്ലാവരും മരിച്ചു പോട്ടെ എന്ന് ചിന്തിച്ചില്ല? അതിന് എത്രയും പെട്ടെന്ന് പ്രതിവിധി കണ്ടെത്തിയില്ലേ? അസുഖം വന്നവരെ പ്രത്യേകം മാറ്റി പാർപ്പിച്ച് ചികിത്സിപ്പിച്ചു. എന്തുകൊണ്ട് ഈ മരണം ഉറപ്പായ ഈ ഒരു അസുഖത്തിന് മാത്രം ആരും ഒരു പരിഹാരം കണ്ടെത്തുന്നില്ല?